ചേർപ്പങ്കൽ പള്ളിയിലേക്ക് പോകുന്ന ആ വഴിയുടെ ഭാഗമാണ്. അതായത് നമ്മുടെ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്ന വഴിയുടെ ഭാഗമാണ്. ചേർപ്പങ്കൽ പള്ളി എത്തുന്നതിന് മുമ്പ് ആ പാലത്തിൻ്റെയൊക്കെ ഭാഗമുണ്ടല്ലോ, ആ ഒരു ഭാഗമാണ്. അവിടെ അപ്പോൾ നമുക്ക് അത്യാവശ്യം വെള്ളം കയറി കിടപ്പുണ്ട്. ഇതുണ്ട്, ഇവിടെ എല്ലാം വെള്ളം കയറി നല്ല രീതിയാണ് കിടക്കുന്നത്. ആ പറമ്പിൽ മൊത്തം വെള്ളം. അപ്പോൾ ഇവിടെ വഴിയെല്ലാം ബ്ലോക്കാണ്. കുറേ വണ്ടി കിടപ്പുണ്ട്. വണ്ടി കടന്നു പോകുന്നുണ്ടെന്ന് വെച്ചാൽ കടന്നു പോകുന്നുണ്ട്, എന്നാൽ അവിടെ തിരിച്ചു വരുന്നവരുമുണ്ട്. ഇപ്പോൾ സമയം എന്താണെന്നറിയില്ല, നമ്മൾ വെയിറ്റിങ്ങിലാണ്. കുറേ നേരമായി കേട്ടോ. ഈ വഴി വരുന്നവരൊക്കെ സൂക്ഷിക്കുക കേട്ടോ, സൂക്ഷിക്കുക. അതുപോലെ ഈ വഴിയാണെങ്കിലും പാലമൊക്കെ ആണെങ്കിലും ഫുള്ള് വെള്ളത്തിലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്. ഇതിൽ പോകാൻ പറ്റൂല എന്നുള്ള കാര്യം സംശയമാണ്. ഇത്ര ലെവലിൽ വെള്ളം നിലവിലുണ്ട്. അത്യാവശ്യം വണ്ടി കാറിനെ കടന്നു പോകാൻ കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമുള്ള കേസൊന്നുമല്ല. അവിടുന്ന് പോയിട്ട് തിരിച്ചു വരുന്ന ഒരു ബൈക്കാരൻ തിരിച്ചു വരും കേട്ടോ. അപ്പോൾ ഇതിൽ ഇങ്ങനെയൊക്കെ വെള്ളത്തിൽ കൂടെ എപ്പോഴും അത്യാവശ്യം നല്ല ധൈര്യമുള്ളവരും അത്യാവശ്യം പോയി പരിചയമുള്ളവർ മാത്രം പോവുക. കാരണം ഇല്ലെങ്കിൽ 8ൻ്റെ പണിയായിരിക്കും. ഇന്ന് രാവിലെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചായിരുന്നു, വണ്ടി വഴിയിൽ പെട്ടുപോയി, വെള്ളത്തിൽ പെട്ടുപോയി എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. വണ്ടി വെള്ളം കയറും, ആകെ സീനായി പോകും. ഇപ്പോൾ ആ വണ്ടിയിൽ അവിടെ ബ്ലോക്കാണ് ശരിക്കും നിലവിൽ. ഞാനിപ്പം എൻ്റെ വണ്ടി ഈക്കോയാണ് കേട്ടോ. ഈക്കോ കൊണ്ട് ഇപ്പോൾ അതിലെ കടന്നു പോകാം. കാരണം ഈക്കോയുടെ എഞ്ചിൻ ഇരിക്കുന്നത് നമ്മുടെ സീറ്റിൻ്റെ അടിയിലായിട്ടാണ്. അപ്പോൾ അത് താന്നായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കടന്നു പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് വേറെ സംശയം. ഞാനിപ്പോൾ സൈഡിൽ പാർക്ക് ചെയ്തേക്കുവാണ്, എന്താകുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഈ സൈഡിൽ കാണുന്ന നമ്മുടെ പറമ്പോട് മൊത്തം വെള്ളമാണ്. ഈ സൈഡിൽ കൂടെയുള്ള പറമ്പ് നിറഞ്ഞ്, അതായത് നമ്മുടെ മീൻസ്റ്റാറാണ് തൊട്ടപ്പുറത്തുള്ളത്. ആറ് നിറഞ്ഞ് ഒഴുകുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറമ്പിൻ്റെ അപ്പുറ സൈഡ്, ഈ പറമ്പിൻ്റെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് ആറാണ്, മീൻസ്റ്റാറാണ്. ആ ആറ് ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ ഒഴുകുന്ന സാഹചര്യത്തിൽ മാത്രമേ നമ്മുടെ ഈ വഴിയിലോട്ട് നമുക്ക് വെള്ളം കയറാറുള്ളൂ. മാത്രമല്ല അത്യാവശ്യം നല്ല രീതിക്ക് ആറ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടേക്ക് വെള്ളം കയറാറുള്ളൂ കേട്ടോ. എന്തായാലും ഇതാണ് നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥ. അവിടെ ഒരു വണ്ടി ഓഫായി പോയി കേട്ടോ. ഒരു വണ്ടി അവിടെ ഓഫായി പോയി. സംഭവം അതാ പ്രശ്നം വരുന്നത്. ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മൊത്തം ബ്ലോക്ക് ആവും, ആകെ സീനായി പോകും സംഭവം. അതുപോലെ പ്രത്യേകിച്ച് നമ്മൾ ഇതുകൂട്ട് വെള്ളപ്പൊക്കത്തിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ മുട്ടി പോകല്ലോ കേട്ടോ. ഇങ്ങനെ പുറകെ പോകരുത്, ഗ്യാപ്പ് ഇട്ടേ പോകാവുള്ളൂ. ഈ കാണിക്കുന്നതിന് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാരണം ഒരു വണ്ടി ഓഫായി കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ വെച്ച് സകല വണ്ടി ഓഫായി പോകും. പ്രത്യേകിച്ച് അത്യാവശ്യം റേസ് ചെയ്ത് കാല് കൊടുത്ത് നിർത്താൻ അറിയില്ലാത്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു വണ്ടി ഓഫായി പോയിട്ടുണ്ടെങ്കിൽ അതിന് പുറകെ പോകണം സർവ്വ വണ്ടി ആ പുറകെ ഓഫായി കിടക്കുകയുള്ളൂ. ഒരിക്കലും ഈ വെള്ളപ്പൊക്കത്ത് നിങ്ങൾ പോകുമ്പോൾ ഇതുപോലെ മുട്ടി പോകല്ല, ഗ്യാപ്പ് ഇട്ടേ പോകാവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട്, കാരണം പുറകെ പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മളുണ്ട്, ഇപ്പം നിന്ന സമയത്ത് പോലും നമുക്കിവിടെ അത്യാവശ്യം വെള്ളം കൂടിയ ഒരു കാഴ്ച കാണാൻ പറ്റും കേട്ടോ. ഇത്രയും വെള്ളം ഇവിടെ ഇല്ലായിരുന്നു ഞാൻ വന്നപ്പോൾ. പിന്നെ വെള്ളം വരവ് തന്നെയാണ്. എന്തായാലും ആ വഴി പോയില്ല കേട്ടോ. കാരണം നല്ല രീതി തന്നെ വെള്ളം അവിടെ പോകുന്നുണ്ട്. കാരണം ഈക്കോം കൂടി ആയതുകൊണ്ട് എനിക്ക് ഈക്കോ കൊണ്ട് പോകാനുള്ള കോൺഫിഡൻസ് ഇല്ല കേട്ടോ. ഉള്ള കാര്യം നമ്മൾ വെറുതെ വണ്ടി കളയേണ്ട കാര്യമില്ലല്ലോ. കാരണം ഈക്കോടെ നേരത്തെ പറഞ്ഞതുപോലെ സീറ്റ് ഇരിക്കുന്ന ഏകദേശം സീറ്റല്ല, ശ്രമിക്കണം, നമ്മുടെ ഇതാണ് എഞ്ചിൻ ഇരിക്കുന്നത് സീറ്റിൻ്റെ അടിയിലായിട്ടാണ്. അപ്പോൾ അത്യാവശ്യം താന്നായിരിക്കുന്നത് എഞ്ചിൻ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കത്തിൽ ഇതുണ്ടോ റൈറ്റ് സൈഡ് കാണണേ, ഇവിടെ എല്ലാം വെള്ളം. ഈ കാണുന്ന ഒരു ഇത് മറ്റേ നമ്മുടെ തോടാണത്. ആ തോട് നിറഞ്ഞിട്ട് ഈ സൈഡിൽ ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുവാണ്. ഈ ഹൈവേയിലൊക്കെ വെള്ളം കയറുന്നുണ്ടോ. കഴിഞ്ഞ അവിടുത്തെ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ ഈ ഹൈവേയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമായിരുന്നു. അപ്പം എന്തായാലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നിലവിൽ. ഇപ്പോൾ റൈറ്റ് സൈഡ് എല്ലാത്തതുകൊണ്ട് വെള്ളം കയറി കിടക്കുന്നുണ്ടോ, ഇതാണ് അവസ്ഥ. ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുവാണ്. ഈ നമ്മളിനി കാണാൻ പോണ ഈ റൈറ്റ് സൈഡിലൊരു ഇതാണ് കേട്ടോ, കരിമ്പിൻ തോട്ടമാണേ. ആ കരിമ്പിൻ തോട്ടം നമ്മുടെ മൂന്ന് വീടികൾ എന്ന് പറഞ്ഞൊരു ഫാമിലി ചേർപ്പങ്ങളുള്ള. അപ്പോൾ അവരുടെ കരിമ്പിൻ തോട്ടം ഇതൊക്കെ ഫുള്ള് വെള്ളം കയറി കിടക്കുവാണ്. എന്തൊരു അവസ്ഥയാണ് നോക്കണം കേട്ടോ. നമ്മൾ കൃഷിയൊക്കെ ചെയ്യട്ടെ. ഇപ്പം ഈ സൈഡ് ഫുള്ള് വെള്ളമാണ്, നമുക്ക് കാണത്തിരുന്നുള്ളൂ. എന്തായാലും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം എത്തുന്നുണ്ടോ, ഈ റൈറ്റ് സൈഡ് ഇവിടെ ഫുള്ള് വെള്ളം കേട്ടോ. ഇവിടെ നമ്മുടെ ചേർപ്പങ്കപ്പള്ളിയുടെ ഒരു പള്ളിയുണ്ട്, ഇവിടെ കുരിശുപള്ളിയൊക്കെ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ ആണ്. തോമസിയുടെ നാമത്തിലുള്ള ഒരു കുരിശുപള്ളിയൊക്കെയാണ്. അപ്പം അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമായിരിക്കും. ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുവാണ്. പള്ളി വെള്ളം കയറിയിട്ടില്ല, പക്ഷെ എന്നാലും ഇതാണ് ഈ നമ്മളിപ്പോൾ കാണാം, ഈ വാഴത്തോട്ടം കണ്ടോ, ഇവിടെ എല്ലാം ഫുള്ള് വെള്ളം കേട്ടോ. അപ്പം എന്തായാലും ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വരാം. ഇതുണ്ട്, ഇത് നമ്മുടെ വാട്ടർ വൈൻസ് നമ്മൾ ഇവിടെ കൊണ്ട് കാറ് കഴിപ്പിച്ചിട്ട് പോയതേ ഉള്ളൂ കേട്ടോ, വണ്ടി കഴിപ്പിച്ചതേ ഉള്ളൂ. ഇവിടെ എല്ലാം ഫുള്ള് വെള്ളത്തിലാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പറമ്പെല്ലാം ഫുള്ള് വെള്ളം. ഇത് ഈ കാണുന്ന കണ്ടമാണ് കേട്ടോ, ഇവിടെ കണ്ടമുണ്ട് കാണുന്നത്. അവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഉണ്ടോ, ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്ന ഹൈവേയുടെ സൈഡാണ്. ചേർപ്പങ്കൽ ഏറ്റുമാനൂർ ഹൈവേയുടെ റൈറ്റ് സൈഡ് ഭാഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്.
നിൽക്കുന്നത് നമ്മുടെ കുമ്മണ്ണൂർ പാലത്തിലാണ് കേട്ടോ. നമ്മുടെ ചെമ്പ്ലാവിൽ നിന്നും ചെമ്പ്ലാവ് പാലം, കുമ്മണ്ണൂർ പാലല്ല, ചെമ്പ്ലാവ് പാലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അവസ്ഥ. ഇതുണ്ടോ, ഇതുപോലെ നമ്മുടെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുവാണ്. ഈ സൈഡ് കാണിക്കാം. ഇതുണ്ടോ, മീനച്ചിലാറ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നൊരു കാഴ്ച. ഇതുണ്ടോ, ഈ കാണുന്ന നമ്മുടെ ചെമ്പ്ലാവ് അമ്പലത്തിൻ്റെ ഒരു ഭാഗം കേട്ടോ. അവിടുന്ന് കാണുന്ന ഒരു വെള്ളപ്പൊക്ക ദൃശ്യം ഞാൻ കാണിച്ചു തരാം. കാണുന്നത് നമ്മുടെ ചെമ്പ്ലാവ് ചേർപ്പങ്ങൾ റോഡാണോ. അവിടെയും വെള്ളം കയറി കിടപ്പുണ്ട്. ഇത്രത്തോളം വെള്ളം വേണ്ടി കിടപ്പുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ പ്രളയത്തിന്റെ സമയം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെള്ളം ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇവിടെ ഈ റബ്ബർ തോട്ടത്തിൽ 2 സ്ഥലമായിട്ട് ഇത്രയും വെള്ളം, കാറ്റിൽ നിന്നുള്ള വെള്ളം കേട്ടോ, ഇത്രയും വെള്ളം കയറി കിടപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഏകദേശം മുട്ടി തന്നെ കിടക്കുന്നു കേട്ടോ. ഇത് വഴി വെള്ളം കയറാറായിട്ട് തന്നെ കിടക്കുന്നത്. അത് വെള്ളം മുട്ടി കിടക്കുക. ഇവിടെയും വെള്ളം കയറാറായി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ചേർപ്പങ്കപ്പള്ളിയുടെ അങ്ങോട്ടോ കേട്ടോ. ചേർപ്പങ്കപ്പള്ളിയിലേക്കാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ പള്ളിയുടെ മുന്നിലുള്ള വെള്ളപ്പൊക്കം പുരുടിയൊക്കെ നമുക്ക് കാണാം. എല്ലാ വർഷവും പ്രളയത്തിന്റെ സമയത്ത് പള്ളിയുടെ ഫ്രണ്ടിൽ പള്ളിമുറ്റത്തെല്ലാം വെള്ളം കയറാറുള്ളതാണ്. ഇപ്പം ഇതിലെല്ലാം ഇപ്പോൾ വണ്ടിയെല്ലാം ഇതിലെ തിരിച്ചു പോകുന്നോണ്ടിരിക്കുക. അപ്പം നമ്മൾ അപ്പുറത്തൂടെ ക്രോസ് ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇപ്പോൾ ചിലപ്പോൾ വെള്ളം കയറുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അതിലെ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പം ആ റൂട്ടിലൂടെ ഇപ്പോൾ നമ്മൾ വന്ന റൂട്ടിൽ കൂടെ തന്നെ ചെമ്പ്ലാവ് പാലം ക്രോസ് ചെയ്ത് ഹൈവേ ചാടത്തക്ക രീതിയിലാണ് നമ്മൾ വന്നത്. അപ്പം ആ വഴി കൂടെ പോകാൻ വേണ്ടിയാണ് ഇപ്പം അവിടുന്ന് വണ്ടിയെല്ലാം തിരിഞ്ഞിപ്പം നമ്മൾ പോയ വണ്ടിയെല്ലാം ഇപ്പോൾ കണ്ടത്. അപ്പം എന്തായാലും നമ്മുടെ ഈ മഴയുടെ സമയത്ത് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും മാക്സിമം വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് നമ്മുടെ വണ്ടിയും കളയണ്ട. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പാസ് ചെയ്യായിരുന്നു. ഞാൻ വെള്ളപ്പൊക്കത്തിൽ കൂടെ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് പാസ് ചെയ്യാം. പക്ഷെ നമ്മൾ എന്തിനാണ് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ നല്ല, എനിക്കറിയാം ഈ വഴി വെള്ളം കയറിയിട്ടില്ല, എനിക്കറിയാം ഇവിടെ വെള്ളം സേഫ് ആണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വഴി പോകുന്നത്. മാത്രമല്ല നമ്മുടെ ഈക്കോ ആയതുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ എഞ്ചിൻ ഇരിക്കുന്നത് താന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു പേടിയും കൂടെ നമുക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ റിസ്ക് എടുക്കാതെ സേഫ് ആയിട്ടുള്ള വഴി കൂടെ പോകുന്നത് കേട്ടോ. ബാക്കി നമുക്ക് എന്തായാലും നമ്മുടെ ചേർപ്പങ്കപ്പള്ളിയുടെ ഫ്രണ്ടിൽ ചെന്നിട്ടുള്ള കാഴ്ച അവിടെ ചെല്ലുമ്പം നമുക്ക് നോക്കാം കേട്ടോ. ചേർപ്പങ്കപ്പള്ളിയുടെ മുന്നിലത്തെ കാഴ്ച കേട്ടോ. നമ്മുടെ പള്ളിമുറ്റത്ത് വരെ ഏകദേശം വെള്ളം കയറി കിടക്കുന്ന ഒരു സ്ഥലം. രാവിലെ ഇത്രയും വെള്ളം ആയിരുന്നു, അതിൻ്റെ പകുതിയോളം പോലും വെള്ളം രാവിലെ കേട്ടോ. അപ്പോൾ അതിനേക്കാളെല്ലാം മാറ്റം വന്നു. ഇത്രയും വെള്ളമുണ്ട്. ഇതുണ്ടോ, ഈ കാണുന്ന നമ്മുടെ ചേർപ്പങ്കൽ സ്കൂളാണ്, ഹോളിക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ കാണുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ക്ലാസ് വെച്ചിരുന്ന ദിവസമാണ്. പക്ഷേ നമുക്ക് രാവിലെ അറിയിപ്പ് വന്നു, ക്ലാസ്സില്ല, മഴ കാരണം പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സിലെന്ന് പറഞ്ഞാൽ അറിയിപ്പും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് ഒഴിവാക്കിയത് കേട്ടോ. അപ്പം എന്തായാലും ഇതാണ് വ്യത്യാവസ്ഥ. ചേർപ്പങ്കലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ ആഘോഷമാണ് കേട്ടോ. എല്ലാ വർഷവും വെള്ളം പൊങ്ങിയാലും ഒരുപാട് വരുന്നുണ്ടോ പിള്ളേഴ്സിനെ കാണാൻ വന്നിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇവിടെ കാണാൻ വരും. അതാണ് ചേർപ്പങ്കലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഒത്തിരി ചെറിയ കുട്ടികളെയും കൊണ്ട് വരും. കുട്ടികളെയും കൊണ്ട് വന്നിട്ട് ഇതിലെല്ലാം വെള്ളത്തിൽ ചാടും. ഇത് സേഫ് ആണല്ലോ ഇവിടെ എന്തുകൊണ്ടും. അപ്പോൾ അത് ആഴമൊന്നുമില്ല, ഒഴുക്കില്ല, ഇങ്ങനെ സേഫായിട്ട് കിടക്കുന്നതുകൊണ്ട് എല്ലാവരും വന്ന് പിള്ളേരെയും കൊണ്ട് ചാടാനൊക്കെ ആയിട്ട് വരും കേട്ടോ. സംഭവം അടിപൊളിയാണ്. കഴിഞ്ഞ തവണത്തെ വെള്ളപ്പൊക്കത്തിൽ നമ്മളതേ ആ കാണുന്ന നമ്മുടെ കുരിശടി ഉണ്ടോ, ചെറിയൊരു കുരിശടി ഉണ്ട്. അത് അന്തോരിസിൻ്റെ നാമത്തിലുള്ള കേട്ടോ. അപ്പം അവിടുന്ന് ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ആ സ്റ്റേജ് കാണത്തില്ല, അത്രയും പൊക്കത്തിൽ ആ സ്റ്റേജ് മൂടി വരെ വെള്ളം കേട്ടോ. അതായത് കൃത്യം പറഞ്ഞാൽ ആ കാണുന്ന ഒരു ഭാഗത്ത് ഒരാൾ പൊക്കത്തിലെടുത്ത് വെള്ളമുണ്ട് ആ കാണുന്ന ഭാഗത്ത്. അപ്പോൾ എന്തായാലും അത്രയും വെള്ളം ഇതാണ് നിലവിലിപ്പം പള്ളിമുറ്റത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പള്ളിയുടെ സൈഡിൽ കൂടെയൊക്കെ വെള്ളമായിരിക്കും, നമ്മൾ കണ്ടില്ല. ഇപ്പോൾ നോക്കിയിട്ട് വരാം കേട്ടോ. ഈ വഴി ഇവിടെ എല്ലാം ഫുള്ള് വെള്ളമായി കേട്ടോ. ഈ കാണാൻ നമ്മുടെ പള്ളിയുടെ പാരിശാളാണ്. പാരിശാളിൻ്റെ ഏകദേശം ഇതുണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഇത് വഴിയാണ്, വെള്ളത്തിലേക്ക് വരുന്ന വഴി കേട്ടോ. ഇവിടെ എല്ലാം വെള്ളമാണ്. അത് ആ കാണുന്ന വഴിയുടെ നമ്മുടെ ഏതാണ്, അത് നമ്മുടെ ചേർപ്പങ്കലിന് ഹൈവേയിലേക്ക് ക്രോസ് ചെയ്യുന്ന വഴിയാണ്. അവിടെ എല്ലാം ഇത് ഒരുപാട് വണ്ടിയും ട്രാഫിക്കും എല്ലാം പ്രശ്നമാണ്. ആ വഴിയെല്ലാം വെള്ളം കയറി കിടക്കുമായിരിക്കും കേട്ടോ.
ഇതുകൊണ്ട് ഇത് ചേർപ്പങ്കലിന് മുത്തോലി കടവിന് പോകുന്ന റൂട്ടാട്ടോ. ഇവിടെ എല്ലാം ഫുള്ള് വെള്ളം കയറി കിടക്കുവാണ്. ചേർപ്പങ്കൽ ടു മുത്തോലി കടവ് മുത്തോലി കവല പോകുന്ന വഴിയാട്ടോ. ഇവിടെ എല്ലാം ഫുള്ള് വെള്ളം കയറി. ഇതുണ്ടോ, നമുക്ക് വണ്ടി പോകാൻ പറ്റത്തില്ല, കാരണം അത്രയും ലെവലിൽ തന്നെ വെള്ളമുണ്ട് ഇവിടെ. ഇവിടുന്ന് ഫുള്ള് അങ്ങോട്ട് ഈ ഒരൊറ്റ രീതിക്കായിരിക്കും കേട്ടോ വഴി. 6 പോലെ തന്നെ കിടക്കുമായിരിക്കും, കാരണം അത്രയും ദൂരത്തിൽ ഇതുപോലെ തന്നെ ഈ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടക്കുവാണ്. അതായത് ഒറ്റ ഒരു അളവിനുള്ള വഴിയത്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങ് പോയി കഴിഞ്ഞാലും ഈ ഒരൊറ്റ അളവിൽ തന്നെ വെള്ളം ഉറപ്പായിട്ടും മുന്നോട്ടും ഉണ്ട് കേട്ടോ. ഇതിൽ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക എന്തായാലും. ഇന്ന് കുറേ പേരെന്നെ വിളിച്ചായിരുന്നു മെഡിസിറ്റി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വരുന്ന വഴി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വഴി പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം വെള്ളം എങ്ങനെ വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എവിടെയൊക്കെ വെള്ളം കയറി കിടപ്പുണ്ടെന്ന് അറിയത്തില്ല. ഇത് നമ്മുടെ ചേർപ്പങ്ക പാലം കേട്ടോ. നമ്മുടെ പള്ളിയുടെ അങ്ങോട്ട് വരുന്ന പാലമാണ്. പാലത്തിൽ നിന്ന് ഉള്ള ആറിൻ്റെ കാഴ്ച ജസ്റ്റ് ഒന്ന് കാണാം. നമുക്ക് അപ്പുറത്ത് പോയി വണ്ടി നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് കാണിക്കാം. ഇതുണ്ടോ, ഈ ഒരു ആറും ആ പറമ്പും, ഞാൻ നേരത്തെ പറഞ്ഞ പറമ്പും ഒന്നിച്ച് കിടക്കുവാണ്. അതാണ് അവസ്ഥ. ഇപ്പോൾ നല്ല മഴയാട്ടോ, ഇപ്പോഴും നല്ല മഴയാണ്. മാക്സിമം എല്ലാവരും ദൂരയാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കുക കേട്ടോ, ഏറ്റവും നല്ലതാണ്. ഇവിടെ എല്ലാം ബ്ലോക്കാണ്. കാരണം മറ്റൊന്നുമല്ല, ഇത് ഇവിടുന്ന് നമ്മൾ ആദ്യം കണ്ടില്ലായിരുന്നോ, ഏറ്റവും ആദ്യം നമ്മൾ കണ്ട ആ വെള്ളം കയറി കിടക്കുന്ന ഒരു ഭാഗം ഇതിനപ്പുറത്താണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി തിരിച്ചു വരുന്നുണ്ട്, തിരിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇതാണ് അവസ്ഥ. എന്താ ഇതുണ്ടോ, എന്തായാലും നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം, സംഭവം എന്താ നോക്കാം, എങ്ങനെയാ സിറ്റുവേഷൻ എന്നു അവിടെ നിന്ന് പോയി നോക്കാം. വണ്ടി സൈഡിൽ അങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചേ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഉണ്ടോ, ഇവരൊക്കെ ആണെങ്കിലും കുറച്ച് പേര് വണ്ടി തിരിച്ചു പോകുന്നുണ്ട്. അവിടെ നിന്ന് വണ്ടി വരുന്ന വണ്ടികളുണ്ട്, തിരിച്ചു പോകുന്ന വണ്ടികളുണ്ട്. ആ ബൈക്ക് ഓഫായി പോയി കേട്ടോ. അവിടെ ഒരു ബൈക്കിങ് വരുന്നുണ്ടായിരുന്നു, ആ ബൈക്ക് നിലവിൽ ഓഫായി പോയി. അവർ തള്ളിക്കൊണ്ട് വരിക. അതുകൊണ്ട് ആ കാറ് വരുന്നുണ്ടോ, കാറിൻ്റെ അത്രയും ആ ലെവലിലാണ് വണ്ടി വരുന്നത്. ആ കാറുകാരൻ അവിടെ നമുക്ക് ആക്സിഡൻറ്റ് കുറയ്ക്കേണ്ടതായിട്ട് വരും. ഇവിടെ കണ്ടോ, ആൾക്കാരൊക്കെ കൺട്രോൾ ചെയ്യും കേട്ടോ. വഴിയൊക്കെ കൺട്രോൾ ചെയ്ത് വണ്ടിയൊക്കെ നോക്കി കടത്തി വിട്ട് പക്ക സേഫായിട്ട് ആയിരിക്കും ഇവിടെ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം കൊള്ളാം കേട്ടോ. എന്നാലും കുറേ ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ പിള്ളേർച്ചയ്ക്ക് കിളിമാരൊക്കെ ആണെങ്കിലും പെട്ടുപോണ വണ്ടിയെല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന കേട്ടോ. മരം തള്ളി വിടുന്നുണ്ട്, ഇറക്കി വിടുന്നുണ്ട്, അതുപോലെ വഴി ഫുള്ള് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല പക്കയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചേട്ടൻ കേട്ടോ, പുള്ളിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം നോക്കി ഓരോ വണ്ടി നിന്ന് പോകുന്നത് അതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നു, വണ്ടിയെ കടത്തി വിടുന്നു. നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ ജനങ്ങൾ സഹകരിക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രശ്നം വന്ന് കഴിയുമ്പോഴത്തേക്ക് പണി കിട്ടി. ഓഫായി ചേട്ടാ. അയ്യോ, ഓണായോ ഇല്ല.